സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27 വാക്യം. നമുക്ക് പലപ്പോഴും പരസ്പരം വിയോജിപ്പുകളുണ്ടെങ്കിലും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത വിയോജിപ്പുകളുണ്ട്. നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനേക്കാൾ ആഴമരിച്ച യാഥാർത്ഥ്യങ്ങളുണ്ട്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനാൽ മനുഷ്യൻ എന്ന പ്രിയപ്പെട്ട ഏക കുടുംബത്തിൻ്റെ ഭാഗമാണ്. ലിംഗം, വർഗം, വംശം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നിവയ്ക്ക് അതീതമായി ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ ഉൽപ്പത്തി 1:27 നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ചു എന്നത് അവഗണിക്കാനാകാത്ത സത്യമാണ്. മറ്റെന്തൊക്കെ വ്യത്യാസം ഉണ്ടായാലും ദൈവം നിങ്ങളിലും എന്നിലും പ്രതിഫലിക്കുന്നു എന്നതാണ് സത്യം. അതിനാൽ വിദ്യയോടും വിഭവത്തോടും കൂടെ ജീവിച്ച് ദൈവം നിർമ്മിച്ച ഭൂമിയെ നിറയ്ക്കുവാനും വാഴുവാനും നമുക്ക് ഉത്തരവാദിത്വം പങ്കിട്ട് നൽകിയിരിക്കുന്നു. ദൈവത്താൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരുന്ന് മറന്നു പോകുമ്പോഴെല്ലാം നമുക്ക് മറ്റുള്ളവർക്കും നാശമുണ്ടാകും. പക്ഷേ അവൻ്റെ കൃപയിലും സത്യത്തിലും നമ്മൾ ഒത്തുചേരുമ്പോഴെല്ലാം നല്ലതും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായി ഒരു ലോകം സൃഷ്ടിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തിൽ നമ്മൾ പങ്കുകാരാകുന്നു. നിങ്ങളിതിന് തികച്ച വ്യത്യസ്തനായിരുന്നു നിങ്ങൾ തോന്നുന്ന ആരൊക്കെയാണ്? നിങ്ങൾക്ക് പൊതുവായുള്ളത് പങ്കുവെച്ച് അവരോടൊപ്പം എങ്ങനെ സമയം ചെലവഴിക്കാം? പ്രാർത്ഥിക്കാം. ദൈവമേ, ഓരോ വ്യക്തിയും ദൈവം മൂലം ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കാര്യം തന്നെയാണ് പങ്കിടുന്നതെന്നും ഇപ്പോഴത്തെ ലോകത്തിൽ പ്രത്യേകത മൂലം വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഈ സത്യം കാണുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അതിൽ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.